വർഗീയ ശക്തികൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. LDFിനെ പരാജയപ്പെടുത്താൻ വേണ്ടി UDFും അതുപോലെ തന്നെ BJPയും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJPയുമായിട്ട് ഈടുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. 4 വോട്ടോ വിജയമോ തോൽവിയോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ. തോൽവിയിൽ തളരുകയോ ജയത്തിൽ അഹങ്കാരപ്പാട്ടോ അല്ല വേണ്ടത്, വിലയിരുത്തലാണ് രാഷ്ട്രീയം. എല്ലാ കഥകളും വർഗീയ കൂട്ടുകെട്ടും എതിർപക്ഷത്തിന് നേരിയ മേൽക്കൈ നൽകി. പക്ഷേ തങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് വസ്തുതകളുടെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി പറയാനൊന്നും നിൽക്കാതെ പാട്ടുപാടി ആഘോഷം തീർക്കുന്ന വിജയാഹ്ലാദ പ്ലാറ്റ്ഫോമിലാണ് UDF. വസ്തുതകൾ എന്ത് നമുക്ക് പരിശോധിക്കാം.